to Adult Health Nursing Important 2-mark question series. So first one is 2 indication of blood transfusion. Indication means for what we are actually doing this blood transfusion. First one it is severe anemia. Severe anemia to restore hemoglobin levels and oxygen carrying capacity. So severe anemia നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് അനീമിയ ഉണ്ട്. അപ്പോൾ ഈ ഒരു അനീമിയ വരുന്ന ഒരു സീവിയർ ആയിട്ട് വരുന്ന ഒരാൾക്ക് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ബ്ലീഡിങ് മാസീവായിട്ടുള്ള ബ്ലീഡിങ് അത് പല രീതിയിലായിരിക്കാം. ഫോർ എക്സാമ്പിൾ ട്രോമ കാരണം, സർജറി കാരണം, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ബ്ലീഡിങ് കാരണം. അപ്പോൾ 2 ഇൻഡിക്കേഷൻ ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇസ് നത്തിങ് ബട്ട് ദാറ്റ് ഇസ് സീവിയർ അനീമിയ ആൻഡ് മാസീവ് ബ്ലഡ് ലോസ്. ഇനി നെക്സ്റ്റ് വൺ 2 ഇൻവേസീവ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ഇൻ കാർഡിയാക് ഡിസീസ്. ഇൻവേസീവ് എന്ന് പറയുന്നത് എന്താണെന്നറിയാലോ, പെയിൻ ഉണ്ടാവും. നോൺ ഇൻവേസീവ് എന്ന് പറയുമ്പോൾ ആൾക്ക് ഇത് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവാതിരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻവേസീവ് പ്രൊസീജിയറിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന സമയത്ത് ചെറിയൊരു വേദന ഉണ്ടാവും. പക്ഷേ ഈ ഒരു കേസിൽ അങ്ങനെ വേദന ഉണ്ടാവില്ല. എസ്പെഷ്യലി കാർഡിയാക് ഡിസീസസിൻ്റെ കേസിലാണ് ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് എക്കോ കാർഡിയോഗ്രാം, ECG. റെക്കോർഡ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹേർട്ട്, അതായത് ഹേർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമ്മൾ റെക്കോർഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ടു ഡിറ്റക്ട് അർത്തീമിയാസ് ആൻഡ് ഇസ്റ്റീമിയ. അർത്തീമിയ ഇസ് നത്തിങ് ബട്ട് ഇറഗുലർ ഹാർട്ട് റിതം, അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് 2 മാർക്കിന്. ആൻഡ് ഇസ്റ്റീമിയ ഇസ് നത്തിങ് ബട്ട് ദാറ്റ് ഇസ് കൺസ്ട്രിക്ഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ഇനി സെക്കൻഡ് വൺ ആണ് എക്കോ കാർഡിയോഗ്രഫി. ഇത് അൾട്രാസൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ഹേർട്ട് സ്ട്രക്ചറും അതുപോലെ തന്നെ ഫങ്ഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഈസ് എന്തുകൊണ്ടാണ് 2 റീസൺസ് ടു ഒബ്റ്റെയിൻ റിട്ടൺ ഇൻഫോം കൺസെൻറ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ കൺസെൻറ്റ് ഏതൊരു സാധനത്തിനും നമ്മൾ എന്തൊരു പ്രൊസീജിയറിനും കൺസെൻറ്റ് വായിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താ? ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവേസീവ് പ്രൊസീജിയറോ അതോ സർജറിക്ക് മുന്നേ ഉറപ്പായിട്ട് നമ്മൾ കൺസെൻറ്റ് വായിക്കണം. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഇതിന് എന്തെങ്കിലും റിസ്ക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനെ ബാധിക്കാതിരിക്കാനാണ്. പിന്നെ ബിഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ റിസർച്ചോ എക്സ്പെരിമെൻ്റൽ ട്രീറ്റ്മെൻറ്റ്, അതായത് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു റിസർച്ച് ആക്ടിവിറ്റീസിന് വിധേയമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കൺസെൻറ്റ് വാങ്ങിക്കണം. കാരണം അത് പിന്നീട് ആ ചെയ്യുന്ന അതോറിറ്റിക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഹോസ്പിറ്റലിനോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് നോൺ 2 കോംപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ചേഴ്സ് ആണ്. എന്തൊക്കെയാണ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇറ്റ് ഇസ് ബ്രേക്കിംഗ് ഓഫ് എ ബോൺ അല്ലേ. അപ്പോൾ പല ടൈപ്പ് ഓഫ് ഫ്രാക്ചേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഗ്രീൻ സ്റ്റിക്ക്, കമ്മ്യൂണേറ്റഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ചർ, പാത്തോളജിക്കൽ ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷനാണ് നോൺ യൂണിയൻ ഓർ മാൽ യൂണിയൻ. അതായത് ചില സമയത്ത് അത് നമ്മൾ ഇംപ്രോപ്പറായിട്ട് ഹീല് ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് ഒക്കെ ഈ ഒരു നോൺ യൂണിയൻ മാൽ യൂണിയൻ ഉണ്ടാവും. നെക്സ്റ്റ് വൺ ഫാറ്റ് എംബോളിസം സിൻഡ്രോം. ദാറ്റ് ഇസ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് എൻ്ററിങ് ദ ബ്ലഡ് സ്ട്രീം കോസിങ് റെസ്പിറേറ്ററി ഡിസ്ട്രസ്. അതായത് നമ്മൾ DVT പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ബ്ലഡ് സ്ട്രീമിൽ എൻ്റർ ചെയ്തിട്ട് പിന്നീട് അത് ലങ്സിലൊക്കെ പോയി അവിടെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഒക്കെ ഉണ്ടാവും. പിന്നെ 2 സർജിക്കൽ പ്രൊസീജിയർ ഫോർ ബിനൈൻ പ്രോസ്തറ്റിക് ഹൈപ്പർട്രോഫി. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ബിനൈൻ പ്രോസ്തറ്റിക് ഹൈപ്പർട്രോഫി. അപ്പോൾ ബിനൈൻ പ്രോസ്തറ്റിക് ഹൈപ്പർട്രോഫി ഈസ് നത്തിങ് ബട്ട് എന്താണ്? ഇത് മെയിൽസിന് മാത്രം കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് എബവ് 16 ഇയേഴ്സ് ഓഫ് മെയിൽസിന് വരുന്ന ഒരു ഡിസീസാണ് ബിനൈൻ പ്രോസ്തറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എൻലാർജ്മെൻ്റ് ആണ്. എൻലാർജ്മെൻറ്റ് ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിനൈൻ പ്രോസ്തറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഏജ് കൂടുന്നതും അതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ 2 സർജിക്കൽ പ്രൊസീജിയേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് TURP. TURP ഇസ് ട്രാൻസ് യുറത്രൽ റിസെഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്. ആ ഒരു എക്സസ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് ടിഷ്യൂ നമ്മൾ എൻഡോസ്കോപ്പ് വഴി നമ്മൾ റിമൂവ് ചെയ്യുവാണ് ഈ ട്രാൻസ് യുറത്രൽ TURP, റിസെഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്. പിന്നെ ലേസർ പ്രോസ്റ്റെക്ടമി, അതായത് ലേസർ എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ശ്രിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ലേസർ പ്രോസ്റ്റെക്ടമി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്
ടു ജെറിയാട്രിക് പ്രോബ്ലം. ജെറിയാട്രിക് ഇസ് സംതിങ് എനിത്തിങ് റിലേറ്റഡ് ടു ഓൾഡർ അഡൽട്ട്സ് ആണ് ഈ ജെറിയാട്രിക് പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മീൻസ് അസുഖങ്ങൾ, ഇപ്പോൾ പ്രായമായവർക്കുള്ള അസുഖങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഫസ്റ്റാണ് ഓസ്റ്റിയോപോറോസിസ്. ഉറപ്പായിട്ടും നമുക്കറിയാം ഏജ് കൂടുന്നതനുസരിച്ച് ബോണിൻ്റെ ആ ഒരു സ്ട്രെങ്ത്തും ഡെൻസിറ്റിയും ഒക്കെ ലോസ് ആവുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് ഡിമെൻഷ്യ ഓർമ്മക്കുറവ്, കോമൺ ആയിട്ടുള്ളതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ടു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ ഓക്സിജൻ പമ്പിങ് ആൻഡ് ഓൾ ദോസ് തിങ്സ് ഒക്കെ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അത് മെയിനായിട്ടും ഏതാണ് 2 ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസ്. ഒത്തിരി ഉണ്ട്, ഇത് മാത്രമല്ല. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് പൾമിനറി എഡീമ, ഡിഫിക്കൽറ്റി ഓഫ് ബ്രീത്തിങ്, മെയിനായിട്ടും ഡിസ്പീനിയ എന്നാണ് പറയുന്നത്, എസ്പെഷ്യലി വെൻ ലൈങ് ഡൗൺ. ദെൻ ഫറ്റീഗ് ആൻഡ് വീക്ക്നെസ് ഡ്യൂ ടു റെഡ്യൂസ്ഡ് കാർഡിയക് ഔട്ട്പുട്ട് ആൻഡ് പുവർ ടിഷ്യൂ പെർഫ്യൂഷൻ. അപ്പോൾ നമുക്ക് ഇത്രയും ഇങ്ങനെ എഴുതാം: പൾമിനറി എഡീമ, ഡിഫിക്കൽറ്റി ബ്രീത്തിങ് ആൻഡ് ഫറ്റീഗ് ആൻഡ് വീക്ക്നെസ് ആൻഡ് റെഡ്യൂസ് കാർഡിയക് ഔട്ട്പുട്ട് ആൻഡ് പുവർ ടിഷ്യൂ പെർഫ്യൂഷൻ. This is very very important question. Drug used in ICU or intensive care unit. ഏതൊക്കെ ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ആണ് വാസോപ്രസ. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഡോപ്പാമൈൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ ഓർ നോർ അഡ്രിനാലിൻ. ഇത് മെയിനായിട്ടും ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഈ പറയുന്ന ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ICU. ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് സെഡേറ്റീവ് ആണ്. സെഡേറ്റീവ് ഇസ് ഫോർ സെഡേഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് മിഡാസൊലാം. ആൻഡ് നെക്സ്റ്റ് വൺ ആൻറ്റിബയോട്ടിക്സ് ഇസ് എക്സാമ്പിൾ, സോറി ഇതിൻ്റെ സ്പെല്ലിംഗ് വാങ്കോമൈസിൻ എന്നാട്ടോ, VANCO, വാങ്കോമൈസിൻ. ഓക്കെ, വാങ്കോമൈസിൻ എന്നാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഫെക്ഷനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അനൽജസ്റ്റിക്സ് ഇസ് വെരി കോമൺ തിങ്, മോർഫിൻ ഫോർ പെയിൻ റിലീഫ്. സോ അപ്പോൾ നമുക്ക് അടുത്തൊരു സീരീസിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.